വണ്ടിയല്ലേ ഇത്? ആര് വീഡിയോ ആയെന്നൊക്കെ എഴുതി കാണിക്കുന്നു. എന്റെ വണ്ടി ആരും ഇല്ലല്ലോ. ആരുമില്ലല്ലോ. അത് അഡ്മിൻ എന്തൊരു കയറുന്നു കേട്ടോ. അടിച്ചു കളത്തി ഇല്ല ഇല്ല അത് കഴിഞ്ഞു. ഓക്കെ ഓക്കെ. എന്ത് ജോബിലായിരുന്നു? ഫക്കെന്നാ വിചാരിച്ചു. സക്ജോബ് എങ്ങനെ വേണം നിന്റെ? നല്ലപോലെ വന്നു ലെവൽ മാക്സിമം. പാടാവടാ, ചെയ്യാൻ പാടാവടാ. താല്പര്യമൊക്കെ നിങ്ങള് പോലിരിക്കും. താല്പര്യം എടാ ഇത്ര എക്സ്പീരിയൻസ് പെട്ടെന്നിട്ട് എന്ത് ചെയ്യണം? ബുള്ളറ്റേ ഹലോ. മെറ്റടിക്ക് മാത്രം നല്ലല്ല കേട്ടാ. എല്ലാവരുടെയും സംസാരത്തിൽ കണ്ടുപിടിച്ചോളാം എനിക്ക്. അയ്യോ 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 എന്താ വെച്ച് താല്പര്യം പോലെ താല്പര്യം പോലെ ഇരിക്കുന്ന എന്താ വെച്ച് എല്ലാരും പറഞ്ഞാടാ മറ്റേമാരൊക്കെ അങ്ങോട്ടിലോട്ട് നമ്മള് കൊല്ലോണ്ട്. ഹലോ ഹലോ ഇവിടെ അല്ലേ? എന്റെ നെറ്റ് ചെറുതായിട്ടൊന്ന് പോയി. എന്റെ നെറ്റ് ഒന്ന് ചെറുതായിട്ട് പോയി. അവിടെ തൂങ്ങിക്കടാ. പോട്ടെ പോട്ടെ പോട്ടെ. ഇവര് നമ്മള് കാണുന്നതിന് മുമ്പ് പോകാനായിട്ട് ഫ്രണ്ടിൽ നിന്ന് അവന്മാരെവിടെ പോണു? നമ്മൾക്ക് മുമ്പ് എവിടെ പോകണ്ടേ? വലിയ അണ്ണൻകളി വില്ലൻ കളിക്കാണ്. മാറത്തിറങ്ങുന്നൊക്കെ ചോദിച്ചിട്ടൊക്കെ പെർമിഷനൊക്കെ മേടിക്കുന്നടാ. അവരെ ഗരാജിൽ കൊണ്ട് കയറ്റി കേട്ടാ വണ്ടി. അല്ലല്ല ഇവിടെ നമുക്ക് പെർമിഷൻ നമ്മുടെ ടീം മാത്രം. അവിടുത്തെ കുതിര വണ്ടിയുടെ അവിടെ കെട്ടിയിട്ടിരിക്കുന്നത്. ഹലോ എന്തിനാണ് ബ്രോ? ഹലോ ഓ വെൽക്കം. ഓക്കെ ഓക്കെ താങ്ക് യു ബ്രോ. എടാ നമ്മളെ മറ്റേ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നില്ലേ നിങ്ങള്? അതേ കേട് പഴക്കൊട്ട TV AC ഫ്രിഡ്ജ് പസ് നമ്മളെ വിളിച്ചിട്ടില്ല. എന്നെ വിളിച്ചിട്ടില്ല. എന്നെ വിളിച്ചിട്ടില്ല. ആരാ തിരക്കായിരുന്നു. സാധനങ്ങളോട് സാധനം എടുക്കാൻ തോക്ക് എടുക്കുന്നു. അടുത്തം പോയിരുന്നു. വലിയ നിനക്ക് നീ സാധനം എടുക്കൂല. ഇപ്പൊ സാധനം എടുത്തിട്ട് അപ്പൊ അല്ല എല്ലാ സാധനങ്ങളൊക്കെ എടുത്തിട്ട് കേട്ടോ ബ്രോ. കുറച്ച് സാധനങ്ങളൊന്നും ഉണ്ടും ജ്യൂസും വേണോ? എനിക്കുണ്ടേ തന്നോ ബ്രോ. എന്നാലേ ഒരു വീട്ടിലൊരു അതിഥി കയറി വരുമ്പോ നിങ്ങൾ ജ്യൂസ് തരേണ്ട ഒരു മര്യാദ ഉണ്ട്. നമ്മളതാ വേണ്ടെന്ന് പറയൂല. എന്നാല് നമ്മളിങ്ങോട്ട് വരുന്നോണ്ടൊന്നും കഴിക്കാതെയാണ് വന്നത്. പറഞ്ഞാൽ നമ്മള് കാര്യമായിട്ട് എന്തെങ്കിലും കഴിക്കാനൊക്കെ കഴിച്ചിട്ട് വന്ന് 2 നേരത്തെ ആഹാരം പോവാൻ നേരത്ത് ഒരു പൊതി കൂടി തന്നു വിട്ടാ അത്ര സന്തോഷം. ആവശ്യം വരുവാണ് റൈഡറൊക്കെ ഉണ്ടാ കൂട്ടത്തിൽ. ഫുഡ് തരുമോ? ഞാൻ ചത്തുമില്ല കേട്ടാ. കേട്ടാ ഇപ്പൊ തീരും കേട്ടാ. ഞാൻ ചത്തു. ഫുഡ് അതിന്റെ കുഴഞ്ഞു കുടിച്ചാവും കേട്ടാ. എന്തിരി ഇച്ചിരി പുളിപ്പ് കൂടുതലാണല്ലേ കണ്ണാപ്പി? എടാ അവരാണ് ഇത് വെക്കേണ്ട. നമ്മളാണ് തൊട്ട് വിട്ടിട്ട് കയറാനുള്ളത്. അതന്നെ. അപ്പൊ മേക്ക് പൂജ ചെയ്തോ. ബാലിന്റെ ഒരു കട്ടുണ്ടല്ലേ പുള്ളി?
ലാഗുണ്ടോ? അല്ലേ അണ്ണാ ചെറുക്കണ മറ്റേ പുള്ളിക്ക് വെള്ള മീശയൊക്കെ ഉണ്ടാ ബാലൻ തന്നെ അസൽ. കറക്റ്റ് ബാലൻ. ക്യാമിന്റെ ആണോ ലാഗ്? ചെറുക്കണ്ണ വേറെ എങ്ങോട്ടാ പോകുന്നത്? ചെറുക്കണ്ണ കത്തിയേട്ടാ. ഇല്ല കത്തില്ല പുറത്തൊരു കാര്യം നോക്കിയത്. കൊള്ളാം കേട്ടോ, വീട് കൊള്ളാം. എത്ര നാളായി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബ്രോ ഈ ഇത്ര വീടിന്റെ ഒക്കെ ആവശ്യമുള്ളൂ, ഒരുപാട് വലുതിന്റെ ആവശ്യമില്ല. ഇത് കറക്റ്റ് ആണ്. സത്യം ബ്രോ സത്യം. ഇവിടെ വാറ കിടന്ന സെറ്റാണ് ബ്രോ കേട്ടോ. എവിടെ നിന്ന് അടിച്ചാലും നിങ്ങൾക്ക് കൊള്ളുമല്ലോ. ഇതാ അങ്ങനല്ല, ഒരു വാറ വന്നു കഴിഞ്ഞാൽ അത് ഇല്ല ഒരു ഗ്രനേഡേ ഉള്ളു. ഇവര് ഓൾ ഡൗൺ ആണ്. എന്താ കണ്ണാപ്പി ഞാൻ പറഞ്ഞ ബ്രോ, ഇവൻ പറയുന്ന കാര്യമായിട്ട് എടുക്കരുത്. ഇവൻ ഇങ്ങനെ എന്തെങ്കിലും ഉച്ചമയം പറയും. അത്ര അതൊക്കെ അത്ര ഉള്ളു ബ്രോ. എല്ലാം പെണ്ണായിട്ട് എടുക്കണേ. അല്ല ഇത് 2 ഗ്രനേഡ് ഉള്ളതന്നെ ഇച്ചിരി വലുതാണല്ലേ. ഓ വേള് ഇച്ചിരി വലുതായി പോയല്ലോ ബ്രോ. ഒത്തിരി C4 തീരും. ഇവിടെ ഒരു 4 റൂം ഉണ്ട്. മേളില് ലീഡറിന്റെ റൂം ഇതാണ്. നല്ല പ്രൈവസി ഉണ്ട്. ഇതാരാണ് ഈ ഫോട്ടോ വെച്ചിരിക്കുന്നത്? അതെ ഞാൻ കാര്യം പറയട്ടെ സാറേ ബ്രോ. പെണ്ണുങ്ങളൊന്നും ഇതിനകത്ത് കേട്ടായിരിക്കാനാ ഫുള്ള് ഗ്ലാസ് ഇട്ടേക്കുന്നത്. അത് കൊള്ളാം ബ്രോ, അത് കൊള്ളാം ഓ ബ്രോ. അതാവുമ്പോ ഒരു പരിപാടി നടക്കൂലല്ലേ? ഒരു പരിപാടി നടക്കത്തില്ല. കൊള്ളാം. ഇതിപ്പോ സ്വയമായിട്ടുള്ള പരിപാടി നടക്കില്ലല്ലോ. അതിനൊരു മറയില്ലാത്ത അവസ്ഥ. അല്ല ആള് പറഞ്ഞിരുന്നേ അതിന് കക്കൂസ് മതി, സ്വയം പരിപാടി കക്കൂസ് മതി. കൊള്ളാല്ലേണ ഇത്? കൊള്ളാം കൊള്ളാടാ സംഭവം. സമ്മതിച്ചേ. കണ്ണാപ്പി നിന്റെ ഒരു സാധനം കിട്ടിട്ടുണ്ട് കേട്ടോ, ഫോട്ടോ. എന്താ മളു എനിക്ക് അയച്ചു. സാമാനം പിടിച്ച് കിടക്കുന്ന ഒരു ഫോട്ടോ. അത് കണ്ടേ അയ്യോ എന്തിനു തീരത് തിരുമുന്നിട്ട് ഇതെങ്ങോട്ടാണ്? ഇതെന്താണ്? എന്താണ്? മീറ്റിംഗ് റൂം. ഓക്കെ കൊള്ളാം കേട്ടോ. പൈസ എന്ത് ഇങ്ങനെ കിട്ടിരിക്കുന്ന ബ്രോ? ഒന്നില്ല കൊട്ടിച്ചിട്ടേക്ക് എടുത്തോണ്ട് പോകാൻ പറ്റത്തില്ല. പൈസ കയ്യിലില്ലാത്തോണ്ട് പൈസ വാരിട്ട് പൈസ അല്ലേ. ചില സമയത്ത് പൈസ ഇല്ലെങ്കിൽ ഇത് കണ്ട് കുറച്ച് മനസ്സും കിട്ടാൻ വേണ്ടിയാ. പൈസ ഇല്ല. ചെറിയൊരു മാപ്പും കാര്യങ്ങളും കുറച്ച് ലോൺ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ കണ്ടാലും മാറി ജയിച്ചാ മതി. ജയിക്കണം, അതൊക്കെ അത്രേ ഉള്ളു. വാറനക്കൊള്ളല്ലേ ഫുഡ് കിട്ടിയായിരുന്നു. അതന്നെ വാറനക്കൊള്ള അതിനെ സെറ്റാണോ ബ്രോ? ഏകദേശം അതില് 4 പേര് കത്തിപ്പോയേട്ടാ. നമ്മള് 3 പേരേ ഉള്ളു. അല്ല ബാക്കി അവര് പോയി ചേട്ടാ. അവര് കത്തിപ്പോയതല്ല, അവര് മുമ്പേ പോയതാണ്. മുമ്പേ പോയതാണ് ചേട്ടാ. ബ്രോ ലൈനപ്പിലുണ്ടോ? ഉണ്ടല്ലേ ബ്രോ? കോലിഡറല്ലോ? ഇത് ഞങ്ങളുടെ ചെറിയ തിയേറ്റർ വർക്കാവോ? വർക്ക് ചെയ്യാൻ ഇപ്പൊ അവര് എന്തോ ഇട്ടിട്ടില്ലെന്നൊക്കെ പറയുന്നത്. ബ്രോ ഇവിടെ വഴിയുണ്ടോ ബ്രോ? ഇവിടെ നോക്കിക്കൊണ്ട് അത് പറഞ്ഞില്ല. അർത്ഥം എന്താണ് ബ്രോ? ഇൻഗ്രഡ് ഗേൾസ് ഇൻഗ്രഡ് ഗേൾസ് ഞാൻ പറഞ്ഞുതരാം. അതോട്ടോ എവിടെയാണ് ഇതിന്റെ അകത്തോടിയോ? തുറന്നു പോണോ? ഇൻഗ്രഡ് ഗേൾസ് എന്ന് വെച്ചാൽ ഇൻക്രെഡിബിൾ ഗേൾസ്, കൈൻഡ് ഓഫ് ഒരു ഹാഫ് ഡെഡ് വാരിയേഴ്സ് എന്നാണ് അതിന്റെ അർത്ഥം. ഈ സോംബിയുടെ അടക്കം വേറെ സാധനമാണ് ഗൗൾസ്. ബ്രോ ഇത് ഫുൾ നെയിം ഒക്കെ ഇതൊക്കെ വാറൊക്കെ വരുമ്പോ അമ്മമാരെടുത്തിട്ട് പോകും കേട്ടോ. പാതി എത്തവന്മാരെന്നൊക്കെ വിളിക്കും. ഇതൊക്കെ പാതി എത്തവന്മാരാണെന്ന് വിളിക്കും. നമ്മള് നിങ്ങൾ എപ്പോഴും ഗ്യാങ്ങിന്റെ ഇങ്ങനത്തെ ടോപ്പ് സീക്രട്ട് കാര്യങ്ങൾ റിവീൽ ചെയ്യരുത്. ആലോചിച്ച് ബ്രോ, വാർ തുടങ്ങുന്നതിന് മുമ്പ് ഫസ്റ്റ് മാർച്ച് ചെയ്തായിരിക്കും വരുന്നത്. എനിക്ക് ലൈവ് ലാഗ് ആവുന്നില്ല, നിങ്ങൾക്ക് എന്ത് ലൈവ് ലാഗ് ആവുന്നത്? ഇതിപ്പോ ടോർച്ചർ റൂമേ കൊള്ളാം കേട്ടോ ബ്രോ. ഇത് വിഷയം നമ്മള് എല്ലാം ചെറിയ രീതിയിലാണ് ചെയ്തേക്കുന്നത്. നോക്കട്ടെടാ, PLOs പാക്കല്ലോസ് ഉണ്ടാവും. ആടെ ഫ്രെയിം ഡ്രോപ്പ് ഉണ്ടാ, അതിന്റെ ചെറിയ ഫ്രെയിം ഡ്രോപ്പ് ഉണ്ട്. അത് നോക്കിയാൽ ചിലപ്പോൾ ടൈം എടുക്കുമായിരിക്കും.
എല്ലാം പോയോണ്ണ ഇല്ല ഇവിടെ ഉണ്ടോ ചെറിയൊരു സമ്പർക്ക പ്രശ്നം പുറത്ത് അടിക്കുന്നുണ്ട് ചെറുതായിട്ട്. എന്തോ ഒരു സംഭവ പ്രശ്നം ഉണ്ടല്ലോ. ഇമ്പോർട്ടൻസ് കൊടുത്താണ് ഇത് ഗ്യാങ് ഹൗസ് കൺസ്ട്രക്ട് ചെയ്തതേ. കുറച്ച് ആംബിയൻസ് ഇതെന്തിന്? ഓ കക്കൂസൊക്കെ ഉണ്ടല്ലേ ഇവർക്ക് വരുന്നവർക്ക്. അത് അകത്തോട്ട് നോക്കിയാ സൂക്ഷിച്ചതിനകത്തോട്ട്. അതല്ല എനിക്ക് നോക്കണ്ട ബ്രോ, കണ്ടപ്പോഴേ കണ്ണാപ്പി നീ നോക്കടാ. ഉദ്ഘാടനത്തിന് മുന്നേ കക്കൂസിന് എന്തിനാ പ്രശ്നമുള്ളതാണ്? ഇല്ലല്ലോ ബ്രോ, എന്റെ ഗ്രാഫിക്സിലാണ് ബ്രോ, എന്റെ കണ്ടിയൊന്നും കാണുന്നില്ല. ഐ ഗ്രാഫിക്സ് ഉള്ളവർക്കെ കണ്ടി കാണും. പണവളം 4090 ഉള്ളതല്ലേ നോക്കൂ. നീ അങ്ങനെയാണെങ്കിൽ പിന്നെ നോക്കിയപ്പോഴത്തേക്ക് വെള്ളമില്ലായിരുന്നു അതില്. അണ്ണാ ഒന്നുമില്ല, പ്ലെയിൻ ആയിട്ട് കിടക്കുന്നു. പ്ലെയിൻ അല്ല വെള്ളം കാണുമല്ലോ എന്നാലും. ഇല്ലില്ല, ഒന്നുമില്ല, പ്ലെയിൻ ആയിട്ട് കിടക്കുന്നത്. വെള്ളമില്ല, ഇപ്പൊ വെള്ളമില്ലാത്ത ബാത്റൂം ഒന്നുമില്ല ഇതില്, ജസ്റ്റ് പ്ലെയിൻ ആയിട്ട് കിടക്കുന്നതില്. നമ്മള് ഈ ഗ്യാങ് ഹൗസ് കൺസ്ട്രക്ട് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല് ബാക്ക് യാർഡിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്താണ്. ഒരു നല്ല ആംബിയൻസ് സെറ്റ് ചെയ്യാൻ വേണ്ടി മെയിൻ ആയിട്ട് അവിടെ പെൺപിള്ളേരുടെ കഥകൾ പറഞ്ഞിരിക്കാം. കണ്ടറിയാം. കുറച്ചു മുമ്പേ ചുറ്റിനും ക്ലാസ് ഇട്ടാ ഇവിടെ അങ്ങനെ തന്നെ കേട്ടില്ല. ഇവിടെ നിങ്ങളെ ഗ്യാങ്ങിന്റെ ഗേൾസ് ഉണ്ടോ ബോസ്? ഇല്ല ഗേൾസ് ഇല്ല. ഇനി ഗേൾസിനെ എടുക്കത്ത് അങ്ങനെ ഗേൾസിനെ എടുക്കോ? ഇല്ല. ഇപ്പൊ ലീഡറിനെ ഒന്ന് ക്ഷത്രിയ കുടുംബമാണോ? ലീഡറിനെ പ്രണയൊന്നും വരത്തില്ല. പിടിച്ചെല്ലാരും മരിച്ചുപോയി. അതെന്താ ലീഡറിന് പ്രേമം വരാത്ത? അതൊക്കെ ഷോക്കാണ് ബ്രോ. ഒരു പ്രേമിക്കാനുള്ള അവസരം കൊടുക്കണം. ലീഡറിനെ പ്രേമിക്കാനുള്ള അവസരം കൊടുക്കണം ബ്രോ. ലീഡർ പ്രേമിക്കത്തൊന്നുമില്ല. അല്ല ഇപ്പൊ ലീഡർ പ്രേമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അയാൾ ഇട്ടിട്ട് പോവോ? അല്ല ഞാനാ ലീഡർ, അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. എന്തിനാ പറയുന്നത്? എന്നിട്ടാണോ പറയുന്നത് ഇങ്ങനെ? ലീഡറൊന്നും പ്രേമിക്കാൻ പോകണ്ടല്ലോ. ലീഡർ പ്രേമിക്കാൻ പോകുന്നില്ല ബ്രോ. പറഞ്ഞോളെ ആദ്യമേ ബ്രോ. ലെഫ്റ്റ് നമുക്ക് അവിടെ ഒരു ചെറിയൊരു ട്രെയിനിങ് ഏരിയ ചുമ്മാ ഇങ്ങനെ ഷൂട്ടിംഗ് റേഞ്ച് പോലെ നമ്മള് ചെയ്തു വെച്ചിട്ടുണ്ട്. അതെന്തായാലും നന്നായി ബ്രോ. ഒരു ഗ്യാങ്ങിന് എപ്പോഴും വേണ്ട ഒരു സംഭവമാണ് ഷൂട്ടിംഗ് റേഞ്ച്. അതെ അതൊരു ചെറിയ രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ നൈറ്റ് ആണ് ഇവിടുത്തെ കുറച്ച് ലൈറ്റിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് ഒരു ആംബിയൻസ് ഫീൽ വരാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും വലിയ അല്ലേ? ഇവിടെ ലൈറ്റ് ഒന്നും ഇല്ലല്ലേ? ഇവിടെ വെച്ചില്ല കണ്ണാപ്പി നിന്ന് വെടിവെക്കില്ല. ഇത് ക്രൗച്ച് ചെയ്തിട്ട് വെടിവെക്കാനുള്ള എയിം പ്രാക്ടീസ് ആണ്. മനസ്സിലായോ? എന്താണ് ബ്രോ, സിറ്റിയിലെ എലിയാണോ അടിക്കുന്നത് നിങ്ങള്? ഈ സാധനം ഇച്ചിരി പൊക്കി വെക്കാറ്. അത് ക്രൗച്ച് പ്രാക്ടീസ് ആണ്. ക്രൗച്ച് പ്രാക്ടീസ് ആണ്. ഇതിപ്പോ എയിം ഇപ്പം കാലേ വെക്കുന്ന പോലെ നിങ്ങള്. കേറി വെടിവെക്കാൻ ആര് പറഞ്ഞു? ഞാനൊരു കേറി വെടിവെക്കാതാ. ഞാൻ ജസ്റ്റ് നോക്കിയതുകൊണ്ട് വെടിയൊന്നും വെച്ചില്ല. എന്തൊക്കെ കാണിക്കുന്നത് നിങ്ങള്? ഇതിന്റെ ആംബിയൻസ് ശരിക്കും ആംബിയൻസ് കണ്ടിട്ട് പറഞ്ഞില്ല. ആംബിയൻസ് ഇവിടെ തന്നെ സ്റ്റേ ഇവിടെ തന്നെ. ഇന്നിവിടെ കൂടാ. ഇത് സ്വിമ്മിംഗ് പൂളിൽ മുങ്ങാൻ പറ്റും, മറ്റേ ചാടാൻ പറ്റുന്നതാണോ? പറ്റില്ല. ചാടിയ നടന്നു കയറേണ്ടി വരും. അപ്പൊ പിന്നെ അങ്ങനെ പോയി ഓ ബ്രോ, ഒളിമ്പിക്സിനൊക്കെ ഇറങ്ങാലോ ഇത് നീന്തി പഠിച്ചു കഴിഞ്ഞാ. നല്ല ആഴമുണ്ട്. കെവിൻ ചാമ്പ്യനാ കേട്ടാ. സ്വിമ്മിംഗ് പൂൾ റൈറ്റിൽ കാണുന്നത്. ഓ ഡിജെ എന്താണ് സംഭവം? അത് നൈറ്റ് ആയാലാണ് അതിന്റെ ഒരു കപ്പലിനെ വളച്ചിട്ടേക്കണെന്ന്. അത് ഡിജെ. താങ്ക് യു ഫോർ മെമ്പർഷിപ്പ് മോട്ടൽ ബ്രോ. താങ്ക് യു സോ മച്ച് ഫോർ മെമ്പർഷിപ്പ്. ബാറും ഡിജെ അടുത്താക്കി നന്നായി ബ്രോ. അടിക്കേണ്ട അടിച്ചിട്ട് അങ്ങോട്ട് കയറാനാ. ഇതെല്ലാം വർക്കിംഗ്, ടിവി എല്ലാം വർക്കിംഗ്. രണ്ടെണ്ണം പണിക്ക് കയറി കേട്ടോ അവിടെ. നമ്മുടെ മെയിൻ സാധനമാണ് പുറകെ കിടക്കുന്നത്. എന്താണ് ബ്രോ? ഹെലികോപ്റ്റർ
കിട്ടി എനിക്ക് കിട്ടി കേട്ടാ. നീ കോപ്പിറൈറ്റ് കിട്ടി. പാട്ട് കേട്ടാ എനിക്ക്. അല്ലല്ല ഞാൻ ഓടി ജീവൻ കൊണ്ടോടി. എല്ലാ ഗ്യാങ്ങും വന്നാ ബ്രോ കാണാൻ? ഓ എല്ലാരും വന്നു. കേവിയും കൂടെ വരാം. എല്ലാ ഗ്യാങ്ങും വന്നാ? ബാക്കിയല്ലേ വന്നാ? ബാക്കി ഏകദേശം വന്നു. KKB ഒക്കെ വന്നാ? KKB KKB പോയി അടിച്ചിരി പ്രശ്നമാണ്, അതുകൊണ്ട് അല്ല അവരെ വിളിച്ചില്ല. ആരും കൂട്ടുന്നില്ല ബ്രോ. അവരെ വിളിച്ചില്ലെന്ന്. ഇച്ചിരി പ്രശ്നമാണ്, എന്തൊരു അപമാനം കിട്ട ഗ്യാങ്ങല്ലേ അവന്മാര്. അവര് വന്ന് പോയായിരുന്നു, ഒന്ന് കക്കൂസ് കഴിച്ചിട്ട് പോയായിരുന്നു. അപ്പൊ നിങ്ങൾ അതൊന്നും ഒട്ടും വൃത്തിയില്ലായിരുന്നു. ഗ്യാങ്ങോസ് ഉരുണ്ടുരുണ്ട് പോണ കേട്ടാ. ബ്രോ വെയിപ്പ് അടിച്ചിട്ടുണ്ട്. അടിച്ചു എന്നാ ലാഗ് എടാ, ചെറിയ ലാഗ് വരുവാടാ, അതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ശരിക്കുള്ള തീ കേട്ടോ. ശരിക്കുള്ള തീ അപ്പൊ നിന്ന് വെച്ച് കത്തി കേട്ടാ. ചൂട് ചന്തിക്കൊന്ന് ചൂട് പിടിപ്പിച്ചാണ്. കെവിൻ അവിടെ കിടന്ന കേട്ടാ. ഡ്രാഗനെ ചമ്മണം കുട്ടി ഇരുത്തിക്കണോ ഫ്രണ്ട് ചെമ്മണോ? ചമ്മണം കൂട്ടി എടുത്തിരിക്കുന്നു. ആരെ ഡ്രാഗനെ നോക്ക് മണ്ടയില് ഡ്രാഗൺ? ബാക്കില്. ഓ അങ്ങോട്ട്. ആ ചമ്മണം പൂട്ടി ഇരിക്കുന്നല്ലടാ, അത് അറ്റാക്ക് ചെയ്യാതിരിക്കും. മനസ്സിലായ ബാന്നും പറഞ്ഞു ചന്തയും കുത്തി. അല്ല ഞാൻ എങ്ങനെ ബ്രീച്ച് ചെയ്യുമ്പോ എങ്ങനെ ഇത് ചാടുവോ? എങ്ങനെ അകത്ത് പോയി വൺ വേ എടുത്തിരിക്കും. അതല്ലേ ഈ ഡ്രാഗൺ എന്തെങ്കിലും ചെയ്യുമെന്ന് വരുന്നവരെ? ഡ്രാഗൺ ഒന്നും ചെയ്തില്ല, നിങ്ങളേലും എന്തെങ്കിലും ചെയ്യണം. എന്താ കണ്ണാപ്പി പറയണ്ട, ഡ്രാഗൺ ഒന്നും ചെയ്യില്ല, ഇവരേലും എന്തെങ്കിലും ചെയ്യണ്ടാണ്. അവര് അത് അവർക്ക് അറിയാലോ, നീ പറഞ്ഞു കൊടുക്കണം. ഓ അങ്ങനെ പറയണ്ട. എന്തൊരു കൊരുത്തിരിക്കണ ഡേ, ഇറങ്ങി വാ. എവിടെയും കിട്ടി അവിടെ കൂടിക്കോളും കേട്ടാ. ഏതൊരു ഗ്യാങ്ങോസ് ഒന്നും അവിടെ കയറി അവിടെ തളായിക്കോളും. ഇവാ ഇറങ്ങി വാ. വർഷത്തിൽ 2 ദിവസം വരെയും ചെയ്യും. കണ്ട ഗ്യാങ്ങോസിലെ രംഗത്തുള്ളൂ. സ്വന്തം ഗ്യാങ്ങോസ് വല്ലപ്പോഴത്തെ പോലെയൊക്കെ വന്ന് അവിടെ അടിയായി കേട്ടാ. അവിടെ അടിയായി. പാലേച്ചിന്റെ അടിയായി. പാലേച്ചിന്റെ അടിയായല്ലേ? നമ്മളെ വണ്ടി താഴെ കിടക്കണം. ഇത് പാലേച്ചല്ലേ ബ്രോ? ഇന്നത്തെ അടി ഒഴിവാക്ക്. നമുക്ക് അടി വേണ്ട. ഇങ്ങോട്ട് വരുന്ന ഇത് KKB ആടാ? KKB ആണോ? KKB ആണോ? എന്നാ നമ്മളിവിടെ നോക്കാം. നിങ്ങൾ പോയിട്ടാ, നമ്മളിവിടെ വെയിറ്റ് ചെയ്യാം. റേഡിയോ സൈലന്റ് ആവും, റേഡിയോ സൈലന്റ് ആവും. ടിക്കറ്റ് വലിച്ചിട്ടുണ്ട് പുറത്തെ. ഓ അപ്പൊ എടുത്തുവിടല്ലേ? ഓ അകത്ത് കയറി കഴിഞ്ഞാൽ അടിച്ചാൽ മതി, വേറൊന്നും ചെയ്യണ്ട. ഓക്കെ ഓക്കെ ഓക്കെ. KKB ആണോ? ആണോ? KKB എന്നാ ബ്രോ സന്തോഷം. ബ്രോ നല്ല ഗ്യാങ് ഹൗസ് കേട്ടോ. നല്ല ഗ്യാങ് ഹൗസ്. പറ നല്ല ഗ്യാങ് ഹൗസ് കേട്ടോ. എല്ലാം കൊള്ളാം, അടിപൊളി. ഒരുപാട് അങ്ങനെ ഭയങ്കര വലുതാക്കി അലമ്പൊന്നും ആക്കിയില്ല. നൈസായിട്ടൊരു രീതി പണിഞ്ഞു. പറ്റുമെങ്കിൽ ഒന്ന് കുറച്ച് മറ്റേ ഈ വിസിബിലിറ്റി ഒന്ന് പ്രശ്നമാണ്. മനസ്സിലായില്ലേ? എല്ലാരും അങ്ങനെയല്ല, അകത്തോട്ടെല്ലാം ക്ലിയർ ആയിട്ട് കാണാം. അതൊന്ന് ഇത്തിരി കുറച്ച് നല്ലതായിരിക്കും. ഓക്കെ ഓക്കെ ശരി ശരി ശരി. ഓക്കെ ബ്രോ, അപ്പൊ ശരി. എന്നാ പിന്നെ ഓക്കെ കാണാം. നമ്മളെല്ലാരും ഒരു ദിവസം അങ്ങോട്ട് വരാം. ഓക്കെ ബ്രോ, ശരി ശരി ശരി. വിസിബിലിറ്റി മറ്റേ ഗ്യാങ് ഹൗസേ മാറും കേട്ടാ. അല്ലേ വിസിബിലിറ്റി മറ്റേ വിസിബിലിറ്റി മാറ്റുക, ഫൈൽ മാറ്റുക, ഗ്യാങ് ഹൗസ് മാറ്റുക. എന്തല്ല ഭയ അടിക്കാൻ എന്തോ ഭാഗ്യ. കൊള്ളാല്ലേ ഗ്യാങ് ഹൗസ്? കൊള്ളാല്ലേ? ഗ്യാങ് ഹൗസ് കൊള്ളാണ്. നല്ല നല്ല പയ്യന്മാര്. അവര് ഫണ്ണായിട്ട് നമ്മള് പറഞ്ഞു വാറാന്ന് പറയുമ്പോ തൊണ്ടയ്ക്ക് എന്തോ എല്ലാം പറ്റിയോ? തൊണ്ടയ്ക്ക് ഇടർച്ച വന്നു അവന്. നമ്മുടെ കൂട്ടത്തിൽ 2 വണ്ടി ഇല്ലായിരുന്ന? അതിനെന്താ വേണ്ടേ? അവിടെ ഇല്ല എടുത്തോണ്ട് പോയി. എന്തിനെറ്റി? ഓക്കെ ഓക്കെ പോട്ടെ പോട്ടെ.
അതാ സക്കീറിന്റെ സാറല്ലേ സക്കീർ മറ്റേ കോളേജ് പ്രഷർ പാവോടാ. കയറും അതില് 3 മിനിറ്റ് ഓസ്ട്രേലിയ 2 മിനിറ്റ് അണ്ണ തക്കീർ എക്സാം ഒക്കെ ആയോണ്ടേ 5 മിനിറ്റ് ഗ്രൈൻഡിങ്ങിന് കയറും. അവനെ കേറുമ്പോ തന്നെ ഓസ്ട്രേലിയ ഓസ്ട്രേലിയ കണ്ടു സക്കീറ വരുന്നാ സക്കീറ കേറാ എന്തൊരു എന്തൊക്കെ പറയുന്ന കേട്ടാ മാമൻ എന്താ എന്തിനെടാ? മാമന്റെ കൂടെ അണ്ണ മാമന്റെ കൂടെ മാമന്റെ കൂടെ ട്രോമാ മാമൻ നമ്മളെ മാമന് ട്രോമാ മാമല്ലേ അല്ലണ്ണ ഇവന്റെ ട്രോമ കഥ അണ്ണൻ അറിയില്ലേ? അണ്ണാ അതോടെ അണ്ണാ ഇല്ല ഇല്ല സക്കീറ പറയടാ കേട്ടോടാ എന്ന് പറഞ്ഞെടുത്തേ മൈക്ക് മാറി കിടക്കടാ ആ കേക്ക കേക്ക അടാ അത് ഭയങ്കര പ്രശ്നമാണ് അതെടാ ബോബ വിവരിച്ചോടാ അവന് ഫീൽ ആയാലോണാ പറടാ അണ്ണാ പണ്ടേ അണ്ണാ ഇവന് 6 വയസ്സുള്ളപ്പേ ആ. ഇവന്റെ മാമനെ ഏൽപ്പിച്ചിട്ട് ഇവന്റെ അല്ല 6ാം ക്ലാസ്സിൽ പഠിക്കും 6 വയസ്സുള്ള പഠിക്കുമ്പോ അണ്ണാ എന്തിനൊക്കെ ഇവന്റെ അച്ഛനും അമ്മയും ചേട്ടനും കൂടെ എങ്ങോട്ടോ പോയി മാമനെ നോക്കാൻ ഏൽപ്പിച്ചിട്ട് മാമൻ വേണ്ട 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 എത്ര നിനക്കൊക്കെ അല്ലല്ല മാമൻ മുറി കയറ്റി ഐസ്ക്രീം കൊടുത്തു അത്ര അത് കഴിഞ്ഞ് ഇവന്റെ പ്രായപൂർത്തിയായി കഴിഞ്ഞ് ഇവൻ നമ്മളോട് വിഷമം പറയുമല്ലേ അതൊക്കെ മനസ്സിലായി. എന്തൊക്കെയാടാ ഈ പറയുന്നത് ഇപ്പൊ സക്കീർ സ്വഭാവത്തോടാ പോകുന്നത് എന്തറാ ജീവൻ വിളിക്കണം